ലഭിച്ച ഒരു കച്ചവട സ്ഥാപനമാണിത്. അപ്പോൾ അവിടെ പൊതുജനങ്ങൾക്കറിയാം നമ്മുടെ നാടിന്റെ വളർച്ചയ്ക്ക് വേണ്ടി നല്ല രീതിയിൽ നികുതി പിരിച്ച് കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വ്യാപാരികൾ യാതൊരു നേട്ടത്തിനും വേണ്ടിയല്ല നമ്മൾ ഗവൺമെന്റിലേക്ക് നികുതി പിരിക്കുന്നത്. നമുക്ക് അതുകൊണ്ട് ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. നമ്മൾ അതിൽ നിന്നും ഒരു രൂപ പോലും ഗവൺമെന്റിൽ നിന്നും നമ്മൾ പൈസ ഒന്നും മേടിക്കുന്നില്ല. നമ്മളെല്ലാം നികുതി പിരിച്ച് നമ്മുടെ രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ ബജറ്റിനെ സംബന്ധിച്ച് പറഞ്ഞാൽ നമുക്ക് മാൾസാറിന് ഈ ബജറ്റിന് ശേഷം സ്വീകരണം കൊടുക്കാൻ നമ്മളെ സംബന്ധിച്ച് വളരെ സന്തോഷം. കേരളത്തിൽ ഇതുവരെ ഇറങ്ങിയതിൽ ഏറ്റവും മനോഹരമായ വ്യാപാരികൾക്ക് ക്ഷേമകരമായ ഒരു ബജറ്റാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇതുകൂടാതെ നമ്മുടെ നാടിന്റെ വികസനത്തിന് വേണ്ടി വളരെയധികം ദീർഘവീക്ഷണത്തോടുകൂടി ഒട്ടേറെ കാര്യങ്ങൾ മാൾസാർ ഈ ബജറ്റിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. അതിനെപ്പറ്റി ഞാൻ ദീർഘമായി പറഞ്ഞില്ല. മാൾസാർ നമ്മളോട് വ്യക്തമായി എല്ലാം പറയും. നമ്മുടെ പുതിയ ഗവൺമെന്റ് വന്നതിന് ശേഷം വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു രീതിയിലാണ് കാര്യങ്ങൾ തീരുമാനമെടുക്കുന്നത്. അതിവേഗം ബഹുദൂരം എന്ന രീതിയിൽ മുന്നോട്ട് പോകുന്ന പൊതുജനങ്ങൾക്കും സാധാരണക്കാർക്കും എല്ലാം ഗുണപ്രദമായിട്ട് മുന്നോട്ട് പോകുന്ന നമ്മുടെ ഗവൺമെന്റിനോട് മാൾസാറിനോട് എനിക്ക് നമ്മുടെ പൊതുജന പ്രശ്നത്തെ പറ്റി ഒരു കാര്യം എനിക്ക് അവതരിപ്പിക്കാറുണ്ട്. അത് മറ്റൊന്നുമല്ല, നമ്മുടെ നാട്ടിലെ നടപടി അനുസരിച്ച് ഒരു കുട്ടി ജനിച്ചു കഴിയുമ്പോൾ നമ്മൾ മുനിസിപ്പാലിറ്റിയിൽ നിന്നും ഈ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ യൂത്ത് ലീഗ് പ്രസിഡന്റ് സിബി, പ്രിയങ്കരായ മാണിസാറെ, പ്രിയപ്പെട്ട കുര്യാക്കോസ് പാടൻ, സ്നേഹമുള്ള എൻ്റെ സഹോദരന്മാരെ, വ്യാപാരി സുഹൃത്തുക്കളെ, ഉദ്യോഗസ്ഥരെ, സ്നേഹമുള്ള സഹോദരൻ, സിബിയുടെ പ്രസ്ഥാനം ഞാൻ ആലോചിക്കുന്നത് കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ ഇത്രമാത്രം പുരോഗമിച്ചു സംസാരിക്കാനും പറയുവാനുള്ള ഒരു കാലത്ത് വ്യാപാരികൾ ഒളിച്ചിരുന്ന് പേടിച്ച് ഒരവസരമില്ലാതെ സംസാരിച്ചിരുന്ന കാലമാണ്. 31 വർഷമായി ഞാൻ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ പ്രസിഡന്റ്. മനസ്സിലാണല്ലേ നമ്മളാണല്ലേ നമ്മൾ ചിന്തിച്ച് നോക്കുമ്പോൾ. പക്ഷെ പറയുന്നത് മാണിസാറിന്റെ പാല. അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ മാണിസാർ മാത്രം നമ്മളെ സ്നേഹിക്കുകയും നമുക്കൊരു പ്രവർത്തിക്കുകയും ചെയ്തതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയിലെ യൂത്ത് ലീഗ് നമ്മുടെ തങ്ങളെ മാണിസാറിനെ വിളിച്ചു വരുത്തിയ സ്വീകരണം, അനുമോദനം, ഒരു നന്ദി മീഡിയ വിളിച്ചുകൊണ്ട് CBI അദ്ദേഹത്തെ ടീമംഗങ്ങളെയും അഭിനന്ദിക്കുകയും കേരള വ്യാപാരി ഏകോപന സമിതിയുടെ ഒരു അംഗമായി തന്നെ അംഗമായ സുഹൃത്തായി തന്നെ മാണിസാറിനെ കണ്ടുകൊണ്ട് നിങ്ങൾ എല്ലാവരുടെയും നാമത്തിൽ മാണിസാർ നന്ദി പറയുകയും സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ വാക്ക് അവസാനിപ്പിക്കുന്നു. നമസ്കാരം. ഭാസ്കരൻ ചേട്ടാ ഈ ഇറങ്ങിപ്പോലെ
എല്ലാവരും ഒന്ന് ഇരിപ്പിടങ്ങളിൽ ഇരിക്കണം. ഒരു ഫോട്ടോ എടുക്കാനാണ്. അധ്യക്ഷൻ വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂത്ത് വിങ്ങിൻ്റെ പാലാ യൂണിറ്റിൻ്റെ പ്രസിഡന്റ് ശ്രീ സിബി റീജൻസി, വ്യാപാരി വ്യവസായി അസോസിയേഷൻ്റെ യൂണിറ്റ് പ്രസിഡന്റ് ശ്രീ വക്കച്ചൻ മറ്റത്തിൽ XMB, നമ്മളുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ കേരളത്തിൻ്റെ ധനകാര്യ നിയമ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി KM മാണി സാറ്, ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന വ്യാപാരി സുഹൃത്തുക്കൾ, പാലാ പട്ടണത്തിലെ യുവ വ്യാപാരികൾ സംഘടിപ്പിച്ചിരിക്കുന്ന ഒരു ബഡ്ജറ്റ് അവലോകന യോഗവും ഈ ബഡ്ജറ്റിന് അവതരിപ്പിച്ച നാടിനു വേണ്ടിയിട്ട്, നാട്ടുകാർക്ക് വേണ്ടിയിട്ട് തൻ്റെ മുഴുവൻ സമയവും മെനക്കെടുന്ന, നാടിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടി പണിയെടുക്കുന്ന മാണി സാറിനെ അഭിനന്ദിച്ചാൽ മാത്രം പോരാ. അത് എത്രമാത്രം അഭിനന്ദിച്ചാലും മതിയാകുന്ന കാര്യമല്ല. ഇവിടെ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ ദിവസം നമ്മളുടെ കർദിനാള് ഇവിടെ വന്ന് അനാവരണം ചെയ്തു. ബജറ്റ് അവലോകന പുസ്തകത്തിനായി നമുക്ക് ഏവർക്കും പ്രിയങ്കരനായ ആരാധനായ മാണി സാറിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. യൂത്ത് അസോസിയേഷൻ പ്രസിഡന്റ് പ്രിയമുള്ള സിബി റീജൻസി, നമുക്ക് ഇത് ആതിഥേയത്വം നൽകുന്നതിന് വേണ്ടി മുൻകൈയെടുത്ത പ്രിയമുള്ള ലിബി മൂഴി, സംവിധായകനും ഇതിൻ്റെ ശബ്ദവുമായ ബൈജു കൊല്ലംപറ. ബൈജു പറയുമ്പോൾ ഇതിനകത്ത് ശബ്ദലേഖനം, ഫോട്ടോഗ്രാഫി, 3 ഫോട്ടോ ബൈജിന്റെ ഒരു ടച്ച് എന്ന് പറയുന്നുണ്ട്. പ്രിയമുള്ള ഭാസ്കരൻ നായരെ, പ്രിയമുള്ള MC ദേവി മൂഴയും, ഇവിടെ ഇരിക്കുന്ന പ്രിയമുള്ള വ്യാപാരി സുഹൃത്തുക്കളെ, സഹോദരിമാരാരുമില്ല. എനിക്ക് വാസ്തവത്തിൽ ഇന്ന് എൻ്റെ പ്രായം 2 വയസ്സ് കുറഞ്ഞു എന്നാണ് എൻ്റെ വിചാരം. എനിക്ക് ഇത്രയും ഒരു ആത്മവിശ്വാസം കിട്ടിയിരിക്കുന്ന ഒരു സന്ദർഭം ഉണ്ടായിട്ടില്ല. ഇത്രമാത്രം പാലായിലെ വ്യാപാരി സുഹൃത്തുക്കൾ ഒരുമിച്ച്, വക്കച്ചൻ ഇവിടെ പറഞ്ഞ വക്കച്ചനെ അഡ്രസ് ചെയ്യാൻ മറന്നുപോയി, നമ്മുടെ പ്രിയങ്കനായ വ്യാപാരി വക്കച്ചൻ പാലായുടെ മാത്രം നേതാവല്ല, കേരളത്തിന്റെ വ്യാപാര മണ്ഡലത്തിന്റെ നേതാവായിട്ട് കേരളം മുഴുവൻ വ്യാപാരി വ്യവസായി കേരളം മുഴുവൻ ആദരിക്കുന്ന ഒരാളാണ് വക്കച്ചൻ. അപ്പോൾ വക്കച്ചനോട് സൂചിപ്പിച്ചതുപോലെ ഇതുപോലെ ഒരു യോഗം പാലായിൽ നിങ്ങളുടെ യോഗം ഉണ്ടായിരിക്കാം, ഒരു അനുമോദന യോഗം എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. ഒന്ന് ആളിന്റെ കൂട്ടത്തിലല്ല, ആളിന്റെ കൂട്ടം മാത്രമല്ല, ഇതിന്റെ പ്രാതിനിധ്യമാണ് വാസ്തവത്തിൽ. ഒന്ന് ചെറുപ്പക്കാരായിട്ടുള്ള മുഴുവൻ ആളുകളുണ്ട്, പ്രായം ചെന്ന കാരണവന്മാരുണ്ട്. എല്ലാ പ്രാതിനിധ്യങ്ങളും കൂടി ഒത്തിണങ്ങിയ ആഴമുള്ള ഇത്രമാത്രം പ്രൗഢഗംഭീരമായ ഒരു യോഗം വ്യാപാര സംഘടന ഇവിടെ സംഘടിപ്പിച്ചത്, പ്രത്യേകിച്ച് യൂത്ത് വിഭാഗം ഇവിടെ സംഘടിപ്പിച്ചത് ഞാൻ എങ്ങനെ നന്ദി പറയണം എന്നെനിക്ക് അറിഞ്ഞുകൂടാ. ചെറുപുള്ളി ജോസൂട്ടി ഇവിടെ ഇന്ന് ചിരിക്കുന്നുണ്ട്, സന്തോഷം കൊണ്ടാണ് ജോസൂട്ടി ചിരിക്കുന്നത്. അപ്പം എല്ലാവരും, എനിക്കതിൽ പ്രത്യേകിച്ച് നിങ്ങൾ ഓരോരുത്തരോടും എൻ്റെ നന്ദി, ഹൃദയംഗമമായ നന്ദി ആദ്യമായി ഞാൻ രേഖപ്പെടുത്തുന്നു.